ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ അയർലാൻഡിലെ എല്ലാവരും അറിയപ്പെടുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചിലേക്കാണ് കേട്ടോ പോണത്. നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചർച്ചിലേക്ക് വരുന്നത്. ഇത് അയർലാൻഡിലെ വെസ്റ്റ് ഭാഗത്തുള്ള കൗണ്ടി മയോയിലുള്ള നോക്ക് ചർച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ 3 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അതുപോലെ നമ്മൾ ഒരു 7:30 ആ ഒരു ടൈം ആയപ്പോൾ നമ്മൾ തിരിച്ച് പോരും ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അത്ര അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ചർച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇവിടെ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1879 ആഗസ്റ്റ് 21 ഒരു വ്യാഴാഴ്ച അന്നത്തെ നോക്ക് ചർച്ചിൻ്റെ പ്രീസ്റ്റായിരുന്ന ഫാദർ കാവനയുടെ ഹൗസ് കീപ്പറായിട്ടുള്ള മേരി മെക്ലോക്കിനും അവരുടെ നൈബറായിട്ടുള്ള മേരി ബേണും കൂടിയിട്ട് ചർച്ചിൻ്റെ ഭാഗത്തു കൂടെ നടന്നു പോകുമ്പോൾ അസാധാരണമായിട്ട് എന്തോ കണ്ടു. അപ്പോൾ അവർ അവിടെ അടുത്തുള്ള ആൾക്കാരോടെല്ലാം കാര്യം ബോധിപ്പിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ആൾക്കാരൊക്കെ ഓടിക്കൂടി. അതുപോലെ തന്നെ ഈ ഓടിക്കൂടിയ ആൾക്കാരെ ഇന്ന് അറിയപ്പെടുന്നത് ദ നോക്ക് വിറ്റ്നസസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് മാതാവിൻ്റെ ദർശനം കണ്ടത്. അതുപോലെ മാതാവിനൊപ്പം സെൻറ്റ് ജോസഫും സെൻറ്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് എന്നിവരും കൂടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇപ്പം നമ്മൾ നേരെ കാണുന്നതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സ്ഥലം. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഭയങ്കര സൈലൻസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അതുപോലെ 1993 ജൂണിൽ നമ്മുടെ മദർ തെരേസയും ഈ ഒരു ചർച്ചിൽ ദർശനം നടത്തിയിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഇവിടെ മൊത്തത്തിൽ 5 പള്ളികളാണ് ഉള്ളത്. പാരിഷൻ ചർച്ച്, പാരിഷ് ചർച്ച്, അതുപോലെ ബസിലിക്ക, ബ്ലസ്ഡ് സാക്രമെൻറ്റ് ചാപ്പൽ, ചാപ്പൽ ഓഫ് റീകൺസിലേഷൻ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതും അതിനെക്കുറിച്ചൊക്കെ ആ ഒരു ഡീറ്റെയിൽസ് എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൂടാതെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ക്യാൻഡിൽ കത്തിക്കാം. അത് ഒറിജിനൽ അല്ല, ജസ്റ്റ് നമുക്ക് അതിലേക്ക് ഒരു €2 ഇട്ടിട്ട് നമ്മളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈറ്റ് കത്തും. അപ്പോൾ നമുക്കങ്ങനെ കത്തിക്കാം. അപ്പോൾ എല്ലാവരും നമ്മൾ മാറി മാറി വേണ്ടവരൊക്കെ അത് കത്തിച്ചിട്ടോ. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഹോളി വാട്ടർ കിട്ടും. ആ ഒരു സൈഡിലായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഒരു 10-15ഓളം ഇത് നേരെ ഉണ്ട് കേട്ടോ ഹോളി വാട്ടർ. നമുക്കപ്പോൾ ഇത് കുടിക്കാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചമൊക്കെ ഓൾറെഡി പോയിട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നടന്ന് എല്ലായിടത്തും കയറുകയാണ്. അപ്പോൾ ഇനിയും നമുക്കിവിടെ 2 ചർച്ചും കൂടെ നമുക്ക് ഉള്ളിൽ കയറാനുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി എല്ലാം ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് ക്യാൻഡിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ചർച്ചിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെയും കയറി പ്രാർത്ഥിച്ചു. അതുപോലെ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അതുപോലെ പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. അതുപോലെ ഇവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക, മതപരമായിട്ടുള്ള ഒരു ലൈബ്രറി ഇവിടെ അടുത്തുണ്ട്. അതുപോലെ ഹോട്ടലുണ്ട്, മ്യൂസിയം ഉണ്ട്, അങ്ങനെ കുറേ ഇതുകളുണ്ട് കേട്ടോ. അപ്പോൾ മ്യൂസിയം ഇപ്പോൾ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 AM തൊട്ട് 5 PM വരെയാണ് മ്യൂസിയം ഉണ്ടാവുക.
അപ്പോൾ അത് ഓൾറെഡി ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ ഇതിന് മുന്നത്തെ പ്രാവശ്യം പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് എന്താ പറയുക അവരുടെ പഴയ കാലത്തെ കാഴ്ചകളാണ് അവിടെ മെയിനായിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക അതിൽ പലതും അവരുടെ പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ മെയിനായിട്ട് അവരവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ 1879 കാലഘട്ടത്തിൽ നോക്ക് വില്ലേജ് അവിടെ എങ്ങനെ ജീവിച്ചിരുന്നു, ആൾക്കാർ എന്തൊക്കെ ഉപയോഗിച്ചു, എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചിരുന്നു, അതൊക്കെയാണ് കേട്ടോ അവിടെ അവർ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ചർച്ചിൻ്റെ ഉള്ളിലും കയറി. അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഇത് ബസിലിക്കയുടെ ഇമേജാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി, നമ്മൾ അവിടെയും പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ ഇവിടെ ഫുള്ള് സൈലൻ്റ് ആണ് കേട്ടോ, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മ്യൂസിയത്തിൽ 1879 നോക്ക് വില്ലേജ് എങ്ങനെയായിരുന്നു അതവർ ഒരു റീക്രിയേറ്റ് ചെയ്തിട്ട് ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മിനിവേച്ചർ പോലെ അവരങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം മ്യൂസിയത്തിൽ കയറാൻ പറ്റിയില്ല, എന്നാലും നമ്മൾ എല്ലാ ചർച്ചിലും കയറി പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നിറച്ച് ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ത്യൻസ് ആയാലും ഇവിടുത്തെ ആൾക്കാരായാലും ഒരുപാട് ആൾക്കാർ ചർച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം അത്ര അധികം ആൾക്കാരില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.